അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. അതായത് നമ്മൾ രാത്രി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത 10 വിധം ഫുഡ്, 10 വിധം ഭക്ഷണം. ഈ ഭക്ഷണം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വയസ്സാകും, അതുപോലെ രോഗം ബാധിക്കും, രോഗിയായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പോലും പലപ്പോഴും ചിന്തിക്കാത്തൊരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നല്ല ആരോഗ്യമുള്ള നമ്മുടെ ഈ ശരീരം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പത്തിനേക്കാൾ പണത്തിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ശരീരമാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്തും മറ്റെല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണ രീതി. അതുപോലെ തന്നെ നമ്മൾ നിത്യവും നല്ലതുപോലെ വ്യായാമം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരം നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വരെ ആരോഗ്യമുള്ള മുഅ്മിനീങ്ങളായ ആളുകളെയാണ് ഇഷ്ടം. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്, അത് ശ്രദ്ധിക്കുന്നത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും അതിന് കൂലിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് രാത്രി നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ് പറയുന്നത്. ഈ ഭക്ഷണം നിങ്ങൾ ദിവസവും രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ മുഖമൊക്കെ ചുക്കിച്ചുളിയും, നിങ്ങളുടെ ശരീരത്തിൻ്റെ തൊലിയൊക്കെ ചുക്കിച്ചുളിയും. മാത്രമല്ല, നിങ്ങളുടെ മുടിയൊക്കെ വേഗം നരക്കും. അതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യും. മാരകമായ രോഗങ്ങൾ വരെ പിടിപെടും. ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കും. നമ്മുടെ ജീവൻ വരെ നഷ്ടമായേക്കാം ചെറുപ്രായത്തിൽ തന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്കെല്ലാവർക്കും മരണം വരെ അല്ലാഹു സുബ്ഹാനഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു 20-25 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എന്നാലോ അവർക്ക് ഷുഗറാണ്, പ്രമേഹ രോഗമാണ്. അവരുടെ ഉമ്മാക്ക് ചിലപ്പോൾ 50 വയസ്സായിട്ടുണ്ടാകും, ഉപ്പാക്കൊരു 55-60 വയസ്സായിട്ടുണ്ടാകും. എന്നാൽ അവർക്ക് ചിലപ്പോൾ ഷുഗർ രോഗം ഉണ്ടാകില്ല, പ്രമേഹം ഉണ്ടാകില്ല. ഈ ചെറിയ മക്കൾക്ക് വരെ പ്രമേഹ രോഗം വരികയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അത്താഴ സമയത്തുള്ള, അതായത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി. അതുപോലെ കഴിക്കുന്ന ഭക്ഷണവും രാത്രി 11 മണിക്ക്, 12 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അതിൽ കൂടുതൽ ആളുകളും ചെറുപ്രായമുള്ള ആളുകളാണ്. 20-25 വയസ്സൊക്കെ ഉള്ള ആളുകളാണ്. അവർ അതുവരെ മൊബൈൽ ഫോണിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ മറ്റുള്ളവരുടെ വീഡിയോസും മറ്റുമൊക്കെ കണ്ട് സമയം കളയും. ചിലരാണെങ്കിലോ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം അങ്ങാടികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങും. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും അവർ വീട്ടിൽ വരുന്നത്. എന്നിട്ടായിരിക്കും അവർ ഭക്ഷണം കഴിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് വളരെ വേഗത്തിൽ അവരുടെ മുടി നരക്കുന്നതും അവർക്ക് ഇത്തരത്തിലുള്ള ഷുഗർ രോഗം, പ്രമേഹ രോഗമൊക്കെ പിടിപെടുന്നതും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് നമ്മൾ സമയം വൈകി ഭക്ഷണം കഴിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് മുത്തുനബിയുടെ സുന്നത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നിഷേധിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് രോഗങ്ങളായിട്ടോ മറ്റ് പ്രതിസന്ധികളായിട്ടോ പ്രയാസങ്ങളായിട്ടോ അത് നമുക്ക് ബാധിക്കും.
അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പല രോഗങ്ങൾ പിടിപെടുന്നതും പ്രമേഹ രോഗം ബാധിക്കുന്നതും അവരുടെ തലമുടി നരക്കുന്നതുമൊക്കെ. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പല രീതിയിലും നമുക്ക് പണി കിട്ടും. രാത്രി നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുന്നത് അത് മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും. നമുക്കറിയാം, ഇന്ന് 1 മണി 2 മണി 3 മണിക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ രാത്രി സമയത്ത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാം. വലിയ തിരക്കാണ് രാത്രി 1 മണി 2 മണിക്കൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ഹോബിയാണ്, അവർക്കത് അവരുടെ ശീലമായി മാറി രാത്രി സമയത്ത് നേരം വൈകി ഭക്ഷണം കഴിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കഴിക്കുന്ന ഈ ആളുകൾക്കൊക്കെ ഒരു 40-50 വയസ്സാകുമ്പോഴേക്കും അവർക്ക് മാരകമായ രോഗങ്ങൾ പിടിപെടും. കാരണം ഇവർ മാസത്തിൽ 1-2 പ്രാവശ്യമൊന്നുമല്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോഴത്തെ അധികം ചെറുപ്പക്കാർക്കും ഇതൊരു ഹോബിയാണ്, ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. പലരും ഇങ്ങനെ പാതിരാ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു മത്സരമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ വയറിന് ഒരു ഗ്യാപ്പ് പോലും അവർ കൊടുക്കില്ല. ഭക്ഷണം വയറ് ഫുള്ളാക്കും. ഇങ്ങനെ നമ്മുടെ വയറ് ഫുള്ളാക്കിയാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വയറ് കേടാകാൻ അത് മതി. നമ്മുടെ വയറ് കേടായിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് പല രോഗങ്ങളും അതുകൊണ്ട് കയറി വരും. നമ്മൾ രോഗിയായി മാറും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ രാത്രി സമയമാണ് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നത്. രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയാൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ വയറ് ഫുള്ളാക്കി കഴിഞ്ഞ് നമ്മൾ കിടന്നാൽ ഉറപ്പാണ് അത് ദഹിക്കില്ല. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ആഹാരങ്ങളൊക്കെ ദഹിക്കുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വയറിലുള്ള ദഹന അവയവങ്ങളൊക്കെ ഉറങ്ങും. അതിനൊക്കെ പണി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കുക. ചില ആളുകളുണ്ട് രാത്രി ഭക്ഷണം കഴിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അത്താഴം നിർബന്ധമായിട്ടും നിങ്ങൾ കഴിക്കണം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ വേഗം പ്രായമാകും, വയസ്സനാകും. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കുറയും രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ. ഇത് എൻ്റെ അഭിപ്രായത്തിന് ഞാൻ പറയുകയില്ല. നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ചില ആളുകളുണ്ട് രാത്രി അവരുടെ ഡയറ്റിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, പ്രമേഹം കുറക്കാൻ, അവരുടെ തടി കുറക്കാൻ, ശരീരത്തിൻ്റെ ഭാരം കുറക്കാനൊക്കെ, വണ്ണം കുറക്കാനൊക്കെ രാത്രി സമയം ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ രാത്രി ലഘുവായിട്ട് കഴിച്ചോളൂ. കുറച്ച് ഭക്ഷണം കഴിക്കുക, അമിതം കഴിക്കണ്ട. ലഘുവായിട്ട് കഴിച്ച് നിങ്ങൾ രാത്രി അന്തി ഉറങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത് ബാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ആയുസ് കുറയും. അതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടും, നിങ്ങൾക്ക് പ്രായമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി നിങ്ങൾ ഒരു പിടിയെങ്കിലും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും നിങ്ങൾ കിടന്നുറങ്ങരുത്. ഇനി നിങ്ങൾക്ക് മറ്റു ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചോളൂ. ഫ്രൂട്ട്സ് എന്തായാലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഈ 10 ഭക്ഷണങ്ങൾ ഒരിക്കലും നിങ്ങൾ രാത്രി സമയം കഴിക്കരുത്. രാത്രി സമയം നിങ്ങൾ കഴിച്ചാൽ മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമാകും. നമ്മൾ നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള മുസ്ലിമീങ്ങളാകണം. ആരോഗ്യമുള്ള മുസൽമാനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഇനി ആരോഗ്യമില്ലാത്ത ആളുകളെ അള്ളാഹുവിന് ഇഷ്ടം ഇല്ല എന്നല്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ആ ആരോഗ്യമുണ്ടല്ലോ, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, നഷ്ടപ്പെടുത്താതെ. അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്.
അതുകൊണ്ട് നിങ്ങൾ രാത്രി ഒരുപാട് കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതിൽ ഒന്നാമത്തേതാണ് ചോറ്, അരിഭക്ഷണം. ചോറ് കഴിക്കുന്നവരാണ് കേരളക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളും. രാത്രി എന്നല്ല, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ രാത്രി സമയം ചോറ് കഴിക്കാതിരിക്കുക കഴിയുന്നതും. ഇനി അഥവാ നിങ്ങൾക്ക് ചോറല്ല മറ്റൊരു ആഹാരവും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പിടി ചോറ് കഴിക്കുക. ധാരാളം ചോറ് കഴിക്കരുത്, അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. ഇനി രണ്ടാമതായി രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് ചായ, അതുപോലെ കോഫി. ചായയും കോഫിയൊന്നും നിങ്ങൾ രാത്രി ഭക്ഷണത്തിൻ്റെ മുമ്പോ ഭക്ഷണത്തിൻ്റെ ശേഷമോ ഒരിക്കലും നിങ്ങൾ കുടിക്കരുത്. ചായ, കോഫി ഇതൊക്കെയും രാത്രി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും. നമുക്ക് ഉറക്കം കിട്ടില്ല. ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ രാത്രി സമയം വാഹനം ഓടിക്കാൻ, ഉറക്കം വരാതിരിക്കാൻ അവർ ചായ കുടിക്കും. ചായ കുടിക്കുന്നത് എന്തിനാണ്? അവരുടെ ആ ഉറക്കം പോയി അവർക്ക് ഉണർവോടുകൂടി ഡ്രൈവിംഗ് ചെയ്യാനാണ്. അതുകൊണ്ട് രാത്രി നമ്മൾ ചായ, കോഫി കുടിക്കുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും. ഉറക്കം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. 3 ദിവസമൊക്കെ നമ്മൾ ഉറങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു വീഴും. നമുക്ക് നേരാവണ്ണം എണീറ്റ് നിൽക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഒരുപാട് രോഗം കയറി വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പ്രമേഹ രോഗം. ഇനി മൂന്നാമത്തേത്, രാത്രി സമയം കഴിക്കാൻ പാടില്ലാത്ത ഒരു പാനീയമാണ് പ്രിയപ്പെട്ടവരെ കൊക്കക്കോള, പെപ്സി, സെവനപ്പ്, സ്പ്രിറ്റ്, അങ്ങനെ ഒരുപാട് പാനീയമുണ്ട്. എന്നാൽ ഈ പാനീയം നിങ്ങൾ ഒരിക്കലും കുടിക്കരുത്. ചില ആളുകളൊക്കെ മന്തി, ബിരിയാണി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പാനീയം കുടിക്കും. അവർ പറയുന്നത് ഇതാണ്, പെട്ടെന്ന് ദഹിക്കാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ദഹനം മാത്രമല്ല നടക്കുന്നത്, നിങ്ങളുടെ കരളും കിഡ്നിയും നിങ്ങളുടെ കുടലുമെല്ലാം അങ്ങ് ദഹിച്ചു പോകും, അതൊക്കെയും അടിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കരുത്. മാത്രമല്ല പെട്ടെന്ന് ഷുഗർ രോഗം, പ്രമേഹ രോഗം പിടിപെടുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ പല്ല് കേടാകുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി എന്നല്ല, ഒരു സമയത്തും നിങ്ങൾ ഈ പാനീയങ്ങൾ കുടിക്കരുത്. ചെറിയ മക്കൾക്കൊന്നും ഒരിക്കലും കൊടുത്തു പോകരുത്. മക്കളൊക്കെ കാണുമ്പോൾ ആർത്തി കൂട്ടി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കൊക്കക്കോള, പെപ്സി, സെവനപ്പ്, സ്പ്രിറ്റ് ഇങ്ങനെയുള്ള പാനീയങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊടുത്തു പോകരുത്. ഇനി നാലാമത്തെ ഭക്ഷണമാണ് ഐസ്ക്രീം. ഐസ്ക്രീം നിങ്ങൾ ദിവസവും കഴിച്ചാൽ ഉറപ്പാണ് നിങ്ങൾ പൊണ്ണത്തടിയന്മാരാകും. മാത്രമല്ല നിങ്ങളുടെ വയറ് ചാടും. വയറ് എന്നല്ല, എല്ലാം ചാടും. അതുകൊണ്ട് മക്കൾക്കൊക്കെ വല്ലപ്പോഴും വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ ദിവസവും നിങ്ങൾ ഒരിക്കലും ഐസ്ക്രീം നിങ്ങൾ കഴിക്കുകയോ മക്കൾക്ക് കൊടുക്കുകയോ ചെയ്യരുത്. മാസത്തിൽ ഒരു 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാം. അതുപോലെ നമുക്കും ഐസ്ക്രീം കഴിക്കാം. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഈ ഐസ്ക്രീമും നമ്മൾ അധികം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് വലിയ ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിലൊക്കെ പ്രത്യേകിച്ച് നമുക്കൊരു സൂക്ഷ്മത വേണം. രാത്രി സമയം ഒരിക്കലും നിങ്ങൾ ഐസ്ക്രീം കഴിക്കരുത്. അത് നമ്മെ വലിയ രോഗിയാക്കി മാറ്റും. ഇനി അഞ്ചാമത്തേത് ജങ്ക് ഫുഡ്സ്, അതായത് പിസ്സ, ബർഗർ ഇങ്ങനെയുള്ള ഭക്ഷണം നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. പ്രത്യേകിച്ച് രാത്രി സമയം ഒരിക്കലും കഴിക്കരുത്. ഇത് നിങ്ങൾ നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മാരകമായ രോഗങ്ങൾ വരെ പിടിപെടും. പെട്ടെന്ന് മരണം വരെ സംഭവിക്കും. ജനിച്ചാൽ മരണം ഉറപ്പാണ്. റബ്ബ് സുബ്ഹാനഹു തആല കണക്കാക്കിയ സമയത്ത് നമ്മൾ മരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ, അവർക്കൊരു ഭാരമാകുന്ന രീതിയിൽ രോഗിയായി കിടന്ന് നരകിച്ച് മരണപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ അതുപോലെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് പിസ്സ, ബർഗർ, അൽഫാം, അതുപോലെ ഷവർമ, മന്തി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും നിങ്ങൾ നിത്യവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവൻ അപകടത്തിലാണ്. അവർക്ക് വലിയ മാരകമായ രോഗങ്ങൾ വരെ പിടിപെടും. റബ്ബ് സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി ഏഴാമത്തെ ഭക്ഷണമാണ് ചോക്ലേറ്റ്. ഇത് രാത്രി നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. ഇത് ധാരാളം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷുഗർ രോഗിയായി മാറും.
ഇനി 9-ാമത്തേത് സ്വീറ്റ്സ്, അതായത് മധുരം അടങ്ങിയ ഭക്ഷണം. മധുരം അടങ്ങിയ ഭക്ഷണം നിങ്ങൾ രാത്രി സമയം ഒരിക്കലും കഴിക്കരുത്. മധുര പലഹാരങ്ങൾ, എണ്ണക്കടി അങ്ങനെ തുടങ്ങിയ മധുരം ധാരാളം അടങ്ങിയ ഭക്ഷണം ഒരിക്കലും നിങ്ങൾ രാത്രി സമയം കഴിക്കരുത്. രാത്രി എന്നല്ല, മറ്റുള്ള സമയങ്ങളിലും നിങ്ങൾ ധാരാളം കഴിക്കരുത്. ഇത് ധാരാളം മധുരം കഴിച്ചാൽ നമ്മൾ രോഗിയായി മാറും. ഷുഗർ രോഗം വരും. മാത്രമല്ല നമുക്കൊരു തളർച്ചയായിരിക്കും, ഒരു ഉന്മേഷവും നമുക്കുണ്ടാകില്ല, വലിയ മടിയായിരിക്കും, അതോടൊപ്പം പൊണ്ണത്തടിയന്മാരാകും. അതുകൊണ്ട് ഈ ഒരു ഭക്ഷണം നിങ്ങൾ രാത്രി കഴിക്കാതിരിക്കുക. രാത്രി എന്നല്ല, ജീവിതത്തിൽ തന്നെ ധാരാളം കഴിക്കാതിരിക്കുക. ഇനി 10-ാമത്തെ ഭക്ഷണമാണ്, രാത്രി നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തൊരു ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ മൈദ. മൈദ കൊണ്ടുള്ള പൊറാട്ട, അതുപോലെ റൊട്ടി, എണ്ണക്കടികൾ, മറ്റ് പലഹാരങ്ങൾ, ഇതൊന്നും നിങ്ങൾ മൈദ കൊണ്ട് തയ്യാറാക്കിയ ഒരു ഭക്ഷണവും നിങ്ങൾ രാത്രി സമയം കഴിക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുവരെ പറഞ്ഞ ഈ 10 ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരിക്കലും രാത്രി സമയം കഴിക്കരുത്. മാത്രമല്ല രാത്രി വൈകി നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. നേരത്തെ കഴിക്കുക. ഒരു 6 മണി, ഒരു 6:30 സമയത്തൊക്കെ നിങ്ങൾ ഈ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക. ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും രാത്രി സമയം ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങരുത്. രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയാൽ നമുക്ക് വളരെ വേഗം പ്രായമായതുപോലെ തോന്നും. ഒരു 40-50 വയസ്സായിട്ടുണ്ടാകുകയുള്ളൂ, എന്നാലും ഒരു 60, 65, 70 പ്രായമായതുപോലെ തോന്നും കാണുന്നവർക്ക്. കാരണം നമ്മുടെ മുടി നരക്കും, നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയൊക്കെ ചുളിഞ്ഞു പോകും, അതോടൊപ്പം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യും. രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആരോഗ്യമുള്ള, ദീർഘായുസ്സുള്ള, നല്ല ആഫിയത്തോടു കൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല വിജയിപ്പിക്കട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.